ഡൽഹി കർത്തവ്യപഥിൽ രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡ്. മുഖ്യാതിഥികളായ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസു വോൺ ഡെർ ലെയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം പരമ്പരാഗത ബഗ്ഗിയിൽ വന്നിറങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചതിന് ശേഷമാണ് കർത്തവ്യപഥിൽ എത്തിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും സന്നിഹിതനായിരുന്നു. ബ്രഹ്മോസ് ആകാശ് മിസൈൽ സിസ്റ്റം, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം, അഡ്വാൻസ് ടോപ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം, നാഗ് മിസൈൽ സിസ്റ്റം, ധനുഷ് ആർട്ടിലറി ഗൺ, അർജുൻ യുദ്ധ ടാങ്ക്, തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോണുകൾ തുടങ്ങിയവ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതി. അതിർത്തികളിൽ അതിവേഗ നീക്കങ്ങൾ നടത്താൻ രൂപീകരിച്ച പുതിയ ഭൈരവ് ബറ്റാലിയനും 9 വനിതാ അഗ്നിവീറുകളുടെ ബാൻഡ് സംഘവും ഉണ്ടായിരുന്നു. കേരളത്തിന്റെ അടക്കം 30 നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരുന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി. കഴിഞ്ഞ നവംബർ 10-ന് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായ പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനമാണ് എങ്ങും.